ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 647 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നാട്ടുവഴികളിൽ ചരിത്ര സ്മാരകം പോലെ നിലകൊള്ളുന്ന ചുമട് താങ്ങികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉയർത്തി നാട്ടിയ 2 നെടുങ്കൻ കരിങ്കല്ലുകൾക്ക് മുകളിലായി വിലങ്ങനെ വച്ചിരിക്കുന്ന ഒരു പരന്ന കല്ല്. ഇതിനെ അത്താണി എന്നാണ് വിളിക്കുക. ഇതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു കൗതുക വസ്തു മാത്രമാണ്. ഭാരമുള്ള ചുവടും വഹിച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പരിക്ഷീണിതരായി തീരുമ്പോൾ അല്പം ആശ്വാസം ലഭിക്കുവാനായി പരസഹായം കൂടാതെ ഈ ഭാരം ഇറക്കി വയ്ക്കുവാനുള്ള സംവിധാനമാണ് ചുമട് താങ്ങി. നമ്മുടെ ജീവിതയാത്രയിൽ പലതരത്തിലുള്ളതായ ഭാരങ്ങൾ നമുക്ക് ഇറക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. മനം മടുക്കുന്ന അനുഭവങ്ങളും നിരാശ തോന്നുന്ന സാഹചര്യങ്ങളുമുണ്ട്. വീർപ്പുമുട്ടുന്ന ഭാരങ്ങളുടെ കീഴിൽ നാം നെടുവീർപ്പിടുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗങ്ങൾ, വേർപാടുകൾ വരുത്തുന്ന വേദന, സ്വന്തക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, തിരിച്ചടികൾ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ വേദനകളെല്ലാം നമ്മെ വലയ്ക്കുമ്പോൾ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും പോകാം. നമുക്ക് അത്താണിയായ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്, അപ്പൻ്റെ അടുക്കിലേക്ക് മക്കൾ എന്നതുപോലെ നമുക്കും ചെല്ലാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.